ആത്മാർത്ഥ സ്നേഹം ഉള്ളവരെ എങ്ങനെ തിരിച്ചറിയാം എന്ന ലക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു കുഞ്ഞു വീഡിയോസാണ് ഇന്നത്തേത്. അപ്പോഴേക്കും എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് സുഹൃത്ത് ബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ, അങ്ങനെ നിരവധി ബന്ധങ്ങൾ ഇന്നത്തെ നമ്മുടെ ജീവിത ശൈലിയിൽ ഉണ്ട്. അപ്പോൾ ഇതിൽ ആത്മാർത്ഥത ഉള്ളവരെയും അല്ലാത്തവരെയും നമുക്ക് തിരിച്ചറിയാവുന്ന ലക്ഷണങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ ലക്ഷണം, നിങ്ങൾക്കായി സമയം കണ്ടെത്തി നിങ്ങളുടെ വിവരങ്ങൾ അന്വേഷിക്കുകയും നിങ്ങളോട് സംസാരിക്കാൻ പ്രത്യേകിച്ച് അവരുടെ എല്ലാ ജീവിത തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തുന്നുവെങ്കിൽ അയാൾക്ക് നിങ്ങളോട് ആത്മാർത്ഥത കാണും. അബ്ദുൽ കലാം എങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾക്കായി സമയം കണ്ടെത്തി നിങ്ങളോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടി നിങ്ങളുടെ സമയങ്ങളും നിങ്ങൾ ഉപയോഗിക്കുക, അല്ലാത്തവർക്ക് വേണ്ടി നിങ്ങളുടെ സമയങ്ങൾ വെറുതെ കളയരുത് എന്നാണ് അബ്ദുൽ കലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അടുത്തതായി രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, നമ്മുടെ മുഖം ഒന്ന് വാടിയാൽ തിരിച്ചറിയുന്ന ബന്ധങ്ങൾ, രക്തബന്ധങ്ങളാവട്ടെ സുഹൃത്ത് ബന്ധങ്ങളാവട്ടെ. നമുക്ക് പലവിധ കാരണങ്ങളാൽ നമ്മുടെ ഫേസ് ചേഞ്ച് വരാം. നമുക്ക് സന്തോഷമാകുമ്പോൾ നല്ല ഹാപ്പിനെസ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിന്, അതായത് ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ല ഡള്ളായിട്ടിരിക്കും, നല്ലൊരു വിഷമത്തിൽ സാഡായിട്ടിരിക്കും ഇല്ലേ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങൾ നമുക്ക് വരാം. അപ്പം നമ്മുടെ ഫേസ് ഇന്ന് കാണുന്ന ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരാൾക്ക് പെട്ടെന്ന് അത് മാറുമ്പോൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഇങ്ങനെയുള്ള സുഹൃത്ത് ബന്ധങ്ങൾ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. മൂന്നാമത്തതായി, സപ്പോസ് നിങ്ങളുടെ ഫാമിലിയിൽ ഒരു സന്തോഷം നടന്നെന്നിരിക്കട്ടെ, പേഴ്സണലി ആയിരിക്കാം, ചിലപ്പോൾ ഫാമിലിയിലുള്ള എന്തെങ്കിലും ഒരു സന്തോഷമുള്ള വിഷയമായിരിക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് നിന്റെ സന്തോഷത്തിനകത്ത് അവളും അവർ സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ വളരെ നെഗറ്റീവ് ഒന്നും പറയാതെ പോസിറ്റീവായിട്ട് മാത്രം സംസാരിക്കുമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ആ വ്യക്തിക്ക് നിങ്ങളോട് ആത്മാർത്ഥത ഉണ്ട് എന്ന്. അടുത്തതായിട്ട്, നിങ്ങൾക്ക് സന്തോഷമുള്ള വിഷയങ്ങൾ തന്നെ അവർ പറയുന്നുവെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം അല്ലെങ്കിൽ ആത്മാർത്ഥത കൂടുതൽ ആണെന്ന്. നാലാമതായി പറയുന്നത്, നിങ്ങളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളെ സഹായിക്കുന്ന വ്യക്തി എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ആ വ്യക്തിക്ക് നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹമുണ്ടെന്ന്. പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കഷ്ടപ്പാടാവട്ടെ സങ്കടമാവട്ടെ ഏത് സമയത്തായാലും നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ആ വ്യക്തി ചിന്തിക്കുന്ന തിരിച്ച് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നമ്മളിൽ നിന്നും ഒന്നും തന്നെ പ്രതീക്ഷിക്കാതെ ചിലർ നമ്മുടെ ഏത് സങ്കടാവസ്ഥയിലായാലും വിഷമത്തിലായാലും നമ്മളോട് എന്ത് ചെയ്യാം, നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ നല്ല ആശ്വാസ വാക്കുകൾ പറയുകയും നമുക്ക് വിഷമമുള്ള സമയത്ത് കൂടുതൽ സമയം നമ്മളോട് സ്പെൻഡ് ചെയ്ത് സംസാരിക്കുകയും നമ്മുടെ സാഹചര്യങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴികൾ കാണിച്ചു തരികയും പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നു എങ്കിൽ പേടിക്കേണ്ട എന്നെല്ലാം നല്ല നല്ല വാക്കുകൾ പറയുമ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ മാനസികമായിട്ട് നല്ല ബലപ്പെടാറുണ്ട്. ഇങ്ങനെയുള്ള വ്യക്തികളും നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്.